ഈ ഒരൊറ്റ കാർഡില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പല പ്രവാസി ആനുകൂല്യങ്ങളും നഷ്ടമാവും. യെസ്, എല്ലാ പ്രവാസികൾക്കും നിർബന്ധമായിട്ടും വേണ്ട ഒരു കാർഡാണ് നോർക്ക ID കാർഡ്. വെറും 408 രൂപയ്ക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, അതുപോലെ ഗവൺമെൻറ് നൽകുന്ന എല്ലാ പ്രവാസി ആനുകൂല്യങ്ങൾക്കും വേണ്ട ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. ഈ ഒരു നോർക്ക ID കാർഡ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇതുകൊണ്ടുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ നോർക്ക ID കാർഡ് കൊണ്ടുള്ളത്? ഇതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ധനസഹായം കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അപകടത്തിൽ നിങ്ങൾക്ക് അംഗവൈകല്യങ്ങളോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെയുള്ള ധനസഹായം കിട്ടും. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ പ്രീമിയോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ടില്ല. നിങ്ങൾക്ക് നോർക്ക ID കാർഡ് ഉണ്ടായാൽ മാത്രം മതി. അതുപോലെ ഗവൺമെൻറ് തലത്തിൽ പല ധനസഹായങ്ങളും പല സബ്സിഡി ആയിട്ടുള്ള ലോണുകളും അങ്ങനെ പല കാര്യങ്ങളും ഈ പ്രവാസികൾക്കുണ്ട്. അതിനൊക്കെ ബേസിക്കായിട്ട് വേണ്ട ഡോക്യുമെൻ്റാണ് ഈ നോർക്ക ID കാർഡ്. അതുപോലെ ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം പ്രവാസികളുടെ മക്കൾക്ക് മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് ഒരു സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോർക്ക റൂട്ട്സും രവി പിള്ള ഫൗണ്ടേഷനും ചേർന്നിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു വർഷം ഏകദേശം 1500 സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 50,000, 1 ലക്ഷവും 1,25,000 രൂപയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനും നോർക്ക ID കാർഡ് നിർബന്ധമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നോർക്ക കെയർ പ്ലസ്, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് നോർക്ക ID കാർഡ് നിർബന്ധമാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഗവൺമെൻറ് തലത്തിൽ നിന്ന് എന്ത് സഹായമോ അല്ലെങ്കിൽ എന്ത് ആനുകൂല്യം നമുക്ക് കിട്ടണമെങ്കിലും ഈ നോർക്ക ID കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ ഗൾഫിലോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ലോക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് എന്തെങ്കിലും സഹായമോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഈ നോർക്ക ID കാർഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി എന്താണ് ഈ നോർക്ക ID കിട്ടാനുള്ള എലിജിബിലിറ്റി? ഇതിലൊന്നാമത്തെ കാര്യം, നിങ്ങളൊരു കേരളീയനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഏജ് 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലായിരിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മിനിമം 6 മാസമെങ്കിലും ഗൾഫിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. മിനിമം 6 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഈ നോർക്ക ID കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്? ഇതിലൊന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും, അതുപോലെ തന്നെ നിങ്ങളെ വിസേൻ്റെ കോപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പം ചില കേസിൽ നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യില്ല. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഏതാണ് ID, ഇപ്പോൾ എമിറേറ്റ്സ് ID, ഖത്തർ ID എന്നൊക്കെ പോലെ നിങ്ങളെ ID ആണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ചെയ്തിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്, ഇത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോർക്ക ID കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വൺസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷമാണ് ഇതിന് വാലിഡിറ്റി ഉണ്ടാവുക. ഇതിൻ്റെ ഫീസ് വരുന്നത് GST അടക്കം 408 രൂപയാണ് ഇത് വരുന്നത്. അപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെയിം എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് പുതുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക? ഈ താഴെയുള്ള ഒരു വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് തന്നെ വളരെ ലളിതമായിട്ട് നിങ്ങളെ ഫോണിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കഫേയിലോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളെ ഇമെയിൽ IDയും ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ 3-4 ദിവസം കൊണ്ട് ഈ നോർക്കേൻ്റെ ഉദ്യോഗസ്ഥർ നിങ്ങളെ പ്രൂഫും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു നോർക്ക ID കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ പോസ്റ്റൽ അഡ്രസ്സ് വഴി നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തുന്നതായിരിക്കും, ഇതിൻ്റെ ഒറിജിനൽ നോർക്ക ID കാർഡ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് 3-4 ദിവസം എടുക്കാറുള്ളൂ. എന്നിരുന്നാൽ പോലും ചില കേസിൽ 10-14 ദിവസം വരെ മാക്സിമം എടുക്കും ഈ ഒരു കാർഡ് അപ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ നോർക്ക ID കാർഡ് ഇല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. കാരണം പല ഗവൺമെൻറ് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ രവി പിള്ള സ്കോളർഷിപ്പും അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നിർബന്ധമാണ്. ഇതുപോലെ പല ബെനിഫിറ്റുകൾ പല കാര്യങ്ങളൊക്കെ പല സമയത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ID കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ രാജ്യത്തിൻ്റെ ID കാർഡുണ്ടോ, അല്ലെങ്കിൽ എമിറേറ്റ്സ് IDയോ ഖത്തർ IDയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു ID കാർഡ് ഉണ്ടാവും. പക്ഷേ നമ്മൾ കേരളത്തിൽ നമ്മളൊരു പ്രവാസിയാണെന്ന് തെളിയിക്കുന്ന ഒരു ID കാർഡ് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്നെങ്കിൽ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.